സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കൺസെപ്റ്റാണ് ഫ്ലിപ്പ് സോൺസ്. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് സോണുകൾ പലർക്കും അറിയില്ലാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ഫ്ലിപ്പ് സോണാണ്. അതിൽ SMC നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കൺസെപ്റ്റുകൾ എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങൾ തന്നെ വേണം സെലക്ട് ചെയ്യാൻ. അതേപോലെ എല്ലാത്തിലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. എല്ലാ കൺസെപ്റ്റും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കാൻ പാടില്ല, ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റിൽ ഇതും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് അതൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് ആക്കാൻ പറ്റുമോ നോക്കുക, അത് എന്നിട്ട് ആഡ് ചെയ്യാം. അല്ലാതെ എല്ലാ കൺസെപ്റ്റുകളും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റബിലിറ്റി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ടത് വെറുതെ അതും ഇതും എല്ലാം ചെയ്തിട്ടല്ല. നിങ്ങളൊരു കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യുക, അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ കൺസെപ്റ്റുകൾ ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. കൺസെപ്റ്റല്ല ഞാൻ പറയുന്നത്, കൺസെപ്റ്റുകൾ, പല കൺസെപ്റ്റും ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും വേണ്ട. നിങ്ങൾക്ക് ഏതിലാണോ ട്രേഡിംഗ് എഡ്ജ് അത് ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഞാൻ വേറൊരു മലേഷ്യൻ SNR കൺസെപ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെമ്പേഴ്സ് ഓൺലി ആയിട്ടാണ് ഇട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അതും യൂട്യൂബിൽ തന്നെ ഉണ്ട്. അത് പക്ഷേ മെമ്പേഴ്സ് ഓൺലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, കുറച്ച് പേര് കമൻറ്റും അതും ഇതൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടെലഗ്രാമിൽ ആരോ എൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എൻ്റെ പേര് പോലെ ആക്കിയിട്ടോ സ്പൈഡർ എഫക്ട്സ് എന്തോ ആക്കിയിട്ട് പൈസ നമ്മൾ ഇത്ര ഫണ്ട് ഇട്ടുണ്ടെങ്കിൽ ഇത്ര റിട്ടേൺ തരും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറയുന്നത് വിഡ്ഢികളാവരുത്. നമ്മൾ വേറൊരാളുടെ പേരിൽ ആർക്കും എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ആരോടും പൈസ ചോദിക്കാനോ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യാനോ അങ്ങനെ ഒന്നും ഞാൻ ആരോടും പറയാറില്ല. ഞാൻ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാറുമില്ല. അപ്പം അങ്ങനത്തെ ഫ്രോഡ് പരിപാടികളിൽ പോയി പെട്ടിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ തന്നെ മണ്ടത്തരം ഫൂളിഷ്നെസ്സിൽ പോയി ചാടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഒരാളെ വിളിക്കുമ്പോൾ തന്നെ കേൾക്കാമല്ലോ, നമ്മളെ സൈബർ കുറ്റവാളികൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം ഒരു പൊട്ടനാവാതിരിക്കുക. ഓക്കെ, ദെൻ ലീവ് ഇറ്റ്. ഓക്കെ, അത് പോവുക. ഇനി നമ്മൾ ഫ്ലിപ്പ് സോൺസ് കൺസെപ്റ്റാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്ലിപ്പ് സോൺ എന്നുള്ളത് ജസ്റ്റ് ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫ്ലിപ്പ് സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓർഡർ, നമ്മളിപ്പോൾ ഒരു പണ്ട് SMC കൺസെപ്റ്റ് പഠിച്ചതിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട് അല്ലേ. അതിൽ ഓർഡർ ബ്ലോക്കുകൾ ജസ്റ്റ് ആലോചിക്കുക. എന്താണ് ഓർഡർ ബ്ലോക്ക്? ദ ലാസ്റ്റ് ബൈ ബിഫോർ ദ സെൽ അല്ലെങ്കിൽ ദ ലാസ്റ്റ് സെൽ ബിഫോർ ദ ബൈ. അതിനെയാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഓർഡറുകൾ ഏറ്റവും കൂടുതൽ ബ്ലോക്കായിരിക്കുന്ന പോയിന്റ്, അതിനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ആവുന്നത് എന്ന് വെച്ചാൽ, നമ്മളൊരു സെല്ലിംഗ് പൊസിഷനോ അല്ലെങ്കിൽ ഒരു ബൈയിങ് പൊസിഷനോ നമ്മൾ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ, നമ്മളല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി പ്ലേസ് ചെയ്യുമ്പം അവരുടെ ഓർഡേഴ്സ് ഇവിടെ പെൻഡിങ് ആണ്. ഓക്കെ, അപ്പം ആ പെൻഡിങ് ആയ ഓർഡേഴ്സ് കൊണ്ട് പ്രൈസ് അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ അതിനെ തിരിച്ച് മിറ്റിഗേഷൻ ചെയ്തൊരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എടുക്കാൻ തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ വന്ന് ടാപ്പ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മിറ്റിഗേഷൻ ചെയ്യുന്നു. ആ ഓർഡറുകളൊക്കെ കളക്ട് ചെയ്യുന്നു, പിന്നെയും പ്രൈസ് തിരിച്ച് അതേ ഡയറക്ഷനിൽ പോകുന്നു. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇഷ്ടം പോലെ ഓർഡേഴ്സ് അവിടെ പ്ലേസിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൽ പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ബൈ സ്റ്റോപ്സ്, ടെയിൽ സ്റ്റോപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ബൈ സ്റ്റോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഏരിയ, നമ്മളിപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എടുക്കുന്ന എൻട്രി പോയിൻറ്റ്സ് ആണ് ഈ ബ്രേക്ക് ഔട്ട് പോയിൻ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയാൽ അവരെങ്ങനെ എൻട്രി പ്ലേസ്, നമ്മൾ സാധാരണ ലിമിറ്റ് ഓർഡേഴ്സാണ് സെറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് അവരുടെ എൻട്രി പ്ലേസ് ഇങ്ങനെയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക? മീൻസ് ഈ ഒരു സ്പെസിഫിക് ഏരിയ ബ്രേക്ക് ആയാൽ അവരുടെ ഓർഡർ ആക്ടിവേറ്റ് ആവണം. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഓർഡർ ആക്ടിവേഷൻ ആവുന്നതോടുകൂടി അവർ, എന്ന് വെച്ചാൽ മാർക്കറ്റ് ഡയറക്ഷൻ ഇപ്പം സെല്ലായിരിക്കാം, അവരൊരു സ്വിങ് ഹൈ പോയിൻറ്റ്സിൽ അവരുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. ആ ഒരു പോയിൻ്റ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താവണം, അവരുടെ ഓർഡേഴ്സ് ആക്ടിവേറ്റ് ആവണം. അപ്പോൾ ഇതിനെയാണ് ഒരു സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയുക. നമ്മൾ ലിമിറ്റ് ഓർഡേഴ്സാണ് തിരിച്ചാണ് ചെയ്യാറ്, പക്ഷേ ഇത് സ്റ്റോപ്പ് ഓർഡേഴ്സാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ നമുക്ക് ബൈ പൊസിഷനിലും ലിക്വിഡിറ്റി ഉണ്ട്, സെല്ലിംഗ് പൊസിഷനിലും ലിക്വിഡിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ പേരുടെ ഓർഡേഴ്സ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. നമ്മളിതിൽ സാധാരണ കേസിൽ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മളിവിടെ സെല്ലാണ് ചെയ്യാറ് അല്ലേ. എന്ത് ചെയ്യുന്നത്, ഈ ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സെല്ലാണ് പ്രയോറിറ്റി. ചില ടൈപ്പ് ഓഫ് എൻട്രീസ് ആൾക്കാർ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നു. അവരെങ്ങനെ പ്ലേസ് ചെയ്യുക, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മേലെ ഇങ്ങനെ പ്ലേസ് ചെയ്യും. അവിടെ എന്താ അവർക്ക് വേണ്ടേ, പ്രൈസ് ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ രണ്ടും ഒന്നിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ.
2 ടൈപ്പ് ഓഫ് എൻട്രീസ്, ഒരുപാട് ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ട്. അതിലിങ്ങനെ എടുക്കുന്നവരും ഉണ്ട്. എങ്ങനെ സെല്ല് വേണേൽ സെല്ലും പോവാം, ബൈ വേണേൽ ബൈയും പോവാം. അപ്പം പ്രൈസ് സ്റ്റോപ്പ് ഓർഡേഴ്സ് ഇത് പ്ലേസ് ആയെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ ഈ ഓർഡേഴ്സ് ആക്ടിവേറ്റ് ആവണം. അപ്പോൾ ഇതാണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻ. അപ്പം ഒരു ഓർഡർ ബ്ലോക്കിൽ എത്ര ട്രില്യൺസ് ഓഫ് ഓർഡേഴ്സ് ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മീൻസ് എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഈ ഓർഡർ ബ്ലോക്കിൻ്റെ മേലെയും ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയും ട്രില്യൺസ് ഓഫ് എമൗണ്ട്സ് ഓഫ് ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെപ്പോലുള്ള SMCക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നു? സെല്ലിംഗ് പൊസിഷൻ അല്ലേ, ലിമിറ്റ് ഓർഡേഴ്സ്. ഞാൻ പറഞ്ഞ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് പ്രൈസ് എന്ത് ചെയ്യണം? പ്രൈസ് ഇതിനെ ബ്രേക്ക് ചെയ്യണം, ദെൻ അവരുടെ എൻട്രി. ഇതാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ. അപ്പം ഒരു ഓർഡർ ബ്ലോക്കിൽ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ എത്ര ട്രില്യൺസ് ഓഫ് എമൗണ്ട് ഓഫ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന കൺസെപ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ പഠിച്ച ഓർഡർ ബ്ലോക്കിനെ നമുക്ക് എങ്ങനെ ഇത് ഫെയിലായാൽ തിരിച്ച് യൂസ് ചെയ്യാം, അതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഞാൻ പറഞ്ഞതുപോലെ പ്രൈസ് വന്ന് ഈ ഒരു പോയിന്റിൽ ടാപ്പ് ചെയ്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങി പോകണം. ദിസ് ഈസ് അവർ എക്സ്പെക്റ്റേഷൻ അല്ലേ. സപ്പോസ് ഈ എക്സ്പെക്റ്റേഷൻ ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മൾ ഈ ഓർഡറിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോയി. പിന്നെ നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല, നമ്മളവിടെ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി കാണുക കേട്ടോ. സപ്പോസ് ഇത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ റീയൂസ് ചെയ്യാം. എങ്ങനെ? ഇത് ഓർഡർ ബ്ലോക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? ആ സമയത്ത് ഓർഡർ ബ്ലോക്ക് വിൽ ആക്ട് ആസ് ഫ്ലിപ്പ് സോൺ എന്ന് വെച്ചാൽ ഫെയിൽഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ പിന്നെ ഒരു ഫ്ലിപ്പ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ ആക്ട് ചെയ്യും? സപ്പോസ് മാർക്കറ്റ് തിരിച്ചുകൂടെ കയറി വന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം മാർക്കറ്റ് മിറ്റിഗേഷൻ തന്നു, ദെൻ ഫെയിൽഡ്. അതിനുശേഷം പ്രൈസ് ഒന്നും കൂടെ വന്നൊരു മിറ്റിഗേഷൻ തന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാം ചാൻസസ് ഉണ്ട്. അപ്പം എങ്ങനെ ഇവനെ നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? കണ്ടിന്യൂവേഷൻ എൻട്രി പ്ലാൻ ചെയ്യാം. എങ്ങനെ കണ്ടിന്യൂവേഷൻ എൻട്രി എടുക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരും. അതൊന്നും ഇപ്പോൾ ഡൗട്ട് അടിക്കേണ്ട, ലോജിക്ക് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽഡ് ആയാൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലിപ്പ് സോൺസിനെ നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫെയിൽഡ് ആയി പോയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണൊരു ഫ്ലിപ്പ് സോൺ. ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, ഒന്നും കൂടെ ബാക്കോട്ട് പോവുക, കാണുക. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഇവന് യൂസ് ചെയ്യാം? എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ കുറച്ച് ഫ്ലിപ്പ് സോണിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഇവനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കുക, അല്ലെങ്കിൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, 1 സെക്കൻഡ്. ആദ്യം നല്ല ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലിയർ അല്ലാത്ത എക്സാമ്പിൾസ് കാണിക്കേണ്ട, ക്ലീൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് കാണിച്ചിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. 1 സെക്കൻഡ്. ഇതൊക്കെ എക്സാമ്പിളാണ്, പക്ഷേ അത് ക്ലിയർ അല്ലാത്ത കാണിച്ചിട്ട് നിങ്ങൾക്ക് കാര്യം. യെസ്, ഇവിടെ ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 1 സെക്കൻഡ്, റീപ്ലേ ബാർ. ഓക്കെ, അപ്പം കറൻ്റ്ലി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈസ് ഓൺ ബെയറിഷ്. കാരണം എന്താ? ഇറ്റ്സ് ബ്രേക്കിംഗ് സ്ട്രക്ചേഴ്സ്. മാർക്കറ്റ് താഴോട്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഈസ് ഓൺ ബെയറിഷ് ആണ്. ദെൻ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ? ഇറ്റ്സ് ഓൾറെഡി ഗോട്ട് മിറ്റിഗേറ്റഡ്. കുഴപ്പമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓർഡർ ബ്ലോക്ക് ഓൾറെഡി ഗോട്ട് മിറ്റിഗേറ്റഡ് ആണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. നമ്മളെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ, ഇതായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഞാൻ വേറെ ഒരു ക്രൈറ്റീരിയ മിക്സ് ചെയ്യുന്നില്ല, നമ്മുടെ ടൈം മിക്സ് ചെയ്യുന്നില്ല, സെക്ഷൻ മിക്സ് ചെയ്യുന്നില്ല, ഒന്നും മിക്സ് ചെയ്യുന്നില്ല. ലോജിക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ മിക്സ് ചെയ്യുക കേട്ടോ. ദെൻ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, നമ്മുടെ എൻട്രി പൊസിഷൻ ഇവിടെ ഉണ്ട്, ദെൻ വെയിറ്റിംഗ്, ഇറ്റ്സ് ഗോട്ട് ഫെയിൽഡ്. ഇത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ നോക്കുക, ഇത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാം? ഇറ്റ് വിൽ ആക്ട് എന്താണത്? ഫ്ലിപ്പ് സോൺ എന്ന് വെച്ചാൽ ഇറ്റ്സ് ബ്രോക്കൺ. നമുക്ക് എങ്ങനത്തെ ഇമേജ് കിട്ടണമെന്ന് വെച്ചാൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അത് ഫെയിൽഡായി, ഇനി നമുക്ക് എന്താണ്? തിരിച്ചു വന്ന് അതിൽ ടാപ്പ് ചെയ്ത് പ്രൈസ് ഡയറക്ഷനിൽ പോകണം. ഇതിനാണ് ഒരു ഫ്ലിപ്പ് സോൺ എന്ന് പറയുക. ഓക്കെ, അത് പല കൺസെപ്റ്റിൽ പല പേരാണ് പറയുക, എന്നാലും ഇവിടെ നമ്മൾ ഫ്ലിപ്പ് സോൺ എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇത് ഫെയിൽഡായി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ എക്സ്പെക്റ്റേഷൻ, ഇവിടെ ഒന്നും ബൈ എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക് എന്തിനാ ഈ ബൈ പൊസിഷനും സെൽ പൊസിഷനും വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടാലേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ കാണിക്കുന്നതിനെ കണ്ടാൽ ഇത് വെച്ച് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ എൻട്രി എടുക്കുന്നില്ല, എൻട്രി എങ്ങനെ എടുക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരും. ഓക്കെ, ദെൻ ഇത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ പ്രൈസിന് എന്ത് ചെയ്യാം? തിരിച്ച് വന്ന് ഇതേ പോയിന്റിൽ മിറ്റിഗേഷൻ തന്ന് സെയിം ഡയറക്ഷനിൽ തിരിച്ചു പോകാം. ക്ലിയർ? ദെൻ വെയിറ്റിംഗ്, നോട്ട് യെറ്റ്. സോറി, ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ മിക്സ് ആക്കിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഓർഡർ ബ്ലോക്ക് അല്ല ഫ്ലിപ്പ് സോണും അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് വിക്കാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ വിക്ക് ഇതിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ വിക്ക് എടുത്തു. ഇത് സപ്പോസ് ഒരു ബോഡി മാത്രമാണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു എന്ന് വിചാരിക്കുക. അത് ഓർഡർ ബ്ലോക്ക് ആണ്, ഇറ്റ്സ് ഓൾറെഡി ഗോട്ട് മീറ്റിംഗ്. പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി മിസ്സാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കംപ്ലീറ്റ് ക്യാൻഡിലിൻ്റെ വിക്കും കൂടെ കവർ ചെയ്യാൻ നോക്കുക. ഇനി അതൊരു ഹ്യൂജ് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച ക്രൈറ്റീരിയ യൂസ് ചെയ്യുക. എന്താ അത്? ഡിവൈഡ്. ഓക്കെ, പ്രൈസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 50% നിങ്ങൾ മിറ്റിഗേഷൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, നമുക്കിതാണ് ഓർഡർ ബ്ലോക്ക്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പോയിൻറ്റ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ച് ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് കയറി പോകണം. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്ലിപ്പ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ടാപ്പ് ചെയ്തിട്ടില്ല, നോക്കട്ടെ, പ്രൈസ് പോയി. ഓക്കെ, അപ്പം ഇതൊരു ഓർഡർ ബ്ലോക്ക്. ഈ പോയിന്റിൽ വന്ന് ടാപ്പ് ചെയ്താൽ നമുക്കതിനെ മിറ്റിഗേഷൻ എന്ന് നോക്കട്ടെ. ടാപ്പിനാണ് നോക്കട്ടെ, അല്ല, സ്പ്രെഡ് ആഡ് ചെയ്താൽ മാത്രമേ ടാപ്പ് ആവുള്ളൂ, അല്ലാത്ത പക്ഷേ അത് ടാപ്പല്ല. നോക്കിയേ, നോട്ട് ടാപ്ഡ്. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് പറയുക. അപ്പോൾ ഇത് ഐഡിയ കാണിച്ചു തരാൻ വേണ്ടി മാത്രം വരച്ച് കാണിച്ചു തരുന്നത് മാത്രം. നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. ക്ലീൻ എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. ലോക്കൽ എക്സാമ്പിൾസ് കാണിച്ചാൽ ഡൗട്ടാവും. നോക്കി, ഇവിടെ നോക്കിയേ, ക്ലീൻ ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. റിപ്ലൈയിങ്. ഓക്കെ, നോക്കിയേ, മാർക്കറ്റിൽ ഇത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ക്ലിയർ? ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഇവിടെ നിന്ന് ബൈ തന്നെയാണ്. പക്ഷേ പ്രൈസ് എന്ത് ചെയ്തു? ഫെയിൽഡ്. അതിനെ മുറിച്ചു. ഫെയിൽഡ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എടുക്കുന്ന ഓർഡർ ബ്ലോക്കിനെ ഒരു ബോഡി വന്ന് ക്ലോസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ എന്താക്കാൻ പറ്റുള്ളൂ? ഫെയിൽഡ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രൈസ് ഇത് ഫെയിൽഡ് ആക്കി. ഇനി എന്ത് വേണം? പ്രൈസ് തിരിച്ച് വന്ന് മിറ്റിഗേഷൻ തന്നാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫ്ലിപ്പ് സോൺ. പിന്നെ അത് ഓർഡർ ബ്ലോക്ക് അല്ല, ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? അതിനൊരു ഫ്ലിപ്പ് സോൺ എന്ന് പറയും. ഓക്കെ, നോക്കുക, ഇതാണ് നമ്മുടെ പോയിന്റ്. ദെൻ എക്സ്പെക്റ്റേഷൻ, ദെൻ പ്രൈസ് നോട്ട് യെറ്റ്, ടാപ്ഡ് അല്ല, നോട്ട് യെറ്റ്, ദെൻ യെസ്, പ്രൈസ് ടാപ്പ് ചെയ്തു. നമ്മുടെ ബ്രേക്ക് ചെയ്ത പോയിന്റിൽ തിരിച്ചു വന്ന് ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഫെയിൽഡായ ഓർഡർ ബ്ലോക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? ഫ്ലിപ്പ് സോൺ, ഇറ്റ്സ് ടാപ്പ്. നോക്കി, എന്നിട്ട് പ്രൈസ് അവിടെ നിന്ന് റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം നിങ്ങളിതിൽ ഒരിക്കലും ഡയറക്റ്റ് എൻട്രീസ് ഞാനിവിടെ പറയുന്നില്ല. ഡയറക്റ്റ് എൻട്രീസ് എടുക്കേണ്ടവർക്ക് എടുക്കാം, പക്ഷേ അതിനനുസരിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് മാത്രം. കാരണം ഡയറക്ഷൻ കറക്റ്റ് ആവണം. ഡയറക്റ്റ് എൻട്രീസ് എടുക്കണത് എന്ത് വേണം? ഡയറക്ഷൻ കറക്റ്റ് ആവണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എടുക്കേണ്ടത് ഒരു സേഫ് എൻട്രീസ് ആണ്. അത് ഞാൻ കാണിച്ചു തരും. ഇപ്പം ഞാൻ ആ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ക്ലിയർ? അത് മനസ്സിൽ എപ്പോഴും വെക്കുക. വെറുതെ അൺവാണ്ടഡ് ആയിട്ട് ഒരു ഫ്ലിപ്പ് സോൺ കണ്ട് ചാടി കയറിയ എൻട്രി അത് ഇവിടെ ചെയ്യാൻ നിൽക്കരുത്. ചെയ്താൽ നിങ്ങൾ ട്രാപ്പ് ആവും. ക്ലിയർ? ഇനി നോക്കിയേ, യെസ്, ഇവിടെ ഒരു എക്സാമ്പിൾ, നൈസ് എക്സാമ്പിൾ നോക്കിയേ. വി ഹാവ് എ ഓർഡർ ബ്ലോക്ക്. എന്താണ് ഓർഡർ ബ്ലോക്ക്? ഒരു ബെയറിഷ് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഒരു ഓർഡർ ബ്ലോക്ക്. ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും ഒരു ഓർഡർ ബ്ലോക്ക്. ഇറ്റ്സ് എ ഓർഡർ ബ്ലോക്ക്. പ്രൈസ് എന്ത് ചെയ്തു? അതിനെ ഫെയിൽഡ് ആക്കി. ഇതുവരെ ഫെയിൽഡ് ആക്കിയില്ല. ഇപ്പോൾ റിയാക്ഷൻ നോക്കി. ഫെയിൽഡ് ആവണം എന്ത് വേണം? പ്രൈസ് നീഡ് ടു ക്ലോസ് എന്ന് വെച്ചാൽ പ്രൈസിൻ്റെ ബോഡി മേലെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ടില്ല, ദെൻ ഇറ്റ്സ് ക്ലോസ്ഡ്. അപ്പോൾ ഇതെന്തായി? ഇത് ഫെയിൽഡായി. പ്രൈസ് അവിടെ ഫെയിൽഡായി. അപ്പോൾ ഒരു ഫെയിൽഡായ ഓർഡർ ബ്ലോക്കിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ആക്ട് ആസ് എ ഫ്ലിപ്പ് സോൺ. നോക്കിയേ, വെയിറ്റിംഗ്, ദെൻ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പ്രൈസ് ഈസ് ഗോയിങ് ടു സെയിം ഡയറക്ഷൻ. നോക്കിയേ, ദെൻ നോട്ട് യെറ്റ്, യെസ്, ടാപ്ഡ്. കേട്ടോ, പ്രൈസ് നമ്മുടെ കറക്റ്റ് പോയിന്റിൽ വന്ന് ടാപ്പ് ചെയ്തു. ഇനി നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താ? പ്രൈസ് സെയിം ഡയറക്ഷനിൽ തിരിച്ചു പോകണം. നോക്കിയേ, ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് ഒരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. അപ്പം ഫ്ലിപ്പ് സോണുകൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. നമ്മളെല്ലാം എടുക്കില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്നത് എന്തു മാത്രമായിരിക്കും? നമുക്ക് വേണ്ട പോയിന്റ് അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ദെൻ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളതിൻ്റെ എക്സ്പീരിയൻസ്, നമ്മളതിൻ്റെ ബാക്ക് ടെസ്റ്റിംഗ് ഡാറ്റ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്. നോക്കിയേ, ഇറ്റ്സ് എ ഓർഡർ ബ്ലോക്ക്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. യെസ്, വി ഹാവ്. നമുക്കിനി എന്ത് വേണം? ഇത് ഫെയിൽഡ് ആവണം. ഇത് ഫെയിൽഡ് ആയാൽ മാത്രമേ നമുക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കവനെ ഒരു ഫ്ലിപ്പ് സോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഗോട്ട് ഫെയിൽഡ്. ഫെയിൽഡ് എന്ന് പറയുമ്പോൾ ചോദ്യം എന്ത് വേണം? ആ ഓർഡർ ബ്ലോക്കിനെ, അതിൻ്റെ ലോയിനെ പ്രൈസ് ബോഡി വെച്ച് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തോ? യെസ്, വി ഹാവ്. നോക്കിയേ, ഡാറ്റ ക്ലിയർ. ഇനി ഇതെന്തായിട്ട് ആക്ട് ചെയ്യാം? ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫ്ലിപ്പ് സോൺ. നോക്കിയേ, ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫ്ലിപ്പ് സോൺ. വെയിറ്റിംഗ്, ദെൻ എക്സ്പെക്റ്റേഷൻസ്. നോക്കിയേ, നോട്ട് യെറ്റ്, ടാപ്ഡ്. ക്ലിയർ? നമ്മുടെ പ്രൈസ് ആ ഫ്ലിപ്പിൽ ടാപ്പ് ചെയ്തു, പ്രൈസ് റിയാക്റ്റഡ്. ക്ലിയർ? ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തു, നമ്മളത് നോക്കില്ല.
ഒറ്റ മിറ്റിഗേഷൻ നോക്കുള്ളൂ. രണ്ടാമതൊരു ടാപ്പ് ചെയ്താൽ പിന്നെ നമ്മൾ അവനെ എടുക്കില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ്സ് എ ലിക്വിഡിറ്റി. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് ഒരു ഫ്ലിപ്പ് സോൺ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള ഫ്ലിപ്പ് സോണുകൾ മാർക്കറ്റിലെ, ഇനി ഫ്ലിപ്പ് സോൺ എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ 1 hour 2 3 4 ഏത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം. കാരണം പ്രൈസ് ഫ്രാക്ചറാണ്, ഏത് ടൈം ഫ്രെയിം എടുക്കാം. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 hour 4 hour. ഇനി 50 മിനിറ്റ് എടുക്കാൻ വെച്ചാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, 15 മിനിറ്റ് എടുക്കാം. നമ്മൾ എൻട്രി എടുക്കുന്ന ടൈം ഫ്രെയിം ലോ ടൈം ഫ്രെയിമാണ്, 5 മിനിറ്റ്സും കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ടെസ്റ്റ് മോർ എന്ന് വെച്ചാൽ ഫ്ലിപ്പ് സോണുകൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്ലീൻ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾ വരച്ചു വെക്കുക. അതിനുശേഷം അതിൻ്റെ ഡാറ്റ എടുത്തിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് സോണുകൾ വരയ്ക്കുക. ഫ്ലിപ്പ് സോൺ പെട്ടെന്ന് നമ്മളിപ്പോൾ എനിക്കിത് കണ്ണിൽ കാണാൻ പറ്റും, പെട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചൊരു ബാക്ക് ടെസ്റ്റിംഗ് ഡാറ്റ ഉള്ളതുകൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റുക. നിങ്ങൾ പെട്ടെന്നൊരു മാർക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഇറ്റ്സ് എന്ത് മാർക്കാണ്? ഇറ്റ്സ് എ റേഞ്ച്. എങ്ങനെയാണ് റേഞ്ച് എന്ന് ഞാൻ പറയാം. നോക്കി, മാർക്കറ്റ് ട്രെൻഡിങ് ആണോ റേഞ്ച് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് ഐഡിയ ഉണ്ട്. എന്താ? മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കാം. എങ്ങനെ ഡയറക്ഷൻ നോക്കാം? മാർക്കറ്റ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് എ ട്രെൻഡിങ് മാർക്കറ്റ്. ക്ലിയർ? ഇനി മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്യാതെ കളിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സൈഡ് വേസ് മാർക്കറ്റ്, അല്ല റേഞ്ച് മാർക്കറ്റ്, പല പേരും വിളിക്കും. അപ്പം ഇതിനെയാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് കണ്ടാൽ നിങ്ങൾ അവിടെ ഒന്നും ചെയ്യാതെ വേറെ പെയർ നോക്കിക്കൊള്ളുക, അല്ലാതെ അതിൽ കയറി നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. ഡൗട്ട് അടിക്കും, കൺഫ്യൂസ്ഡ് ആവും, സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം ക്ലീൻ ആയിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഇറ്റ്സ് ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽഡ് ആവണം. ഫെയിൽഡ് ആയി കഴിഞ്ഞതിന് ശേഷം നോക്കിയേ, ഫെയിൽഡ് ആണോ? ഇറ്റ്സ് ഗോട്ട് ഫെയിൽഡ്. അതിനുശേഷം ഒരു പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇറ്റ്സ് ഗോട്ട് അതിനെന്ത് വിളിക്കും? നമ്മളൊരു ഫ്ലിപ്പ് സോൺ. നോക്കിയേ, ഇറ്റ്സ് എ ഫ്ലിപ്പ് സോൺ. ക്ലിയർ? കണ്ടോ? ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. ഇത് ഡയറക്റ്റ് എൻട്രീസ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റാണ് ഞാനിവിടെ എൻട്രീസ് എടുത്തത്. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യണേ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി ബാക്ക് ടെസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ നോക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ലോ ടൈം ഫ്രെയിമിലാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഫെയിൽഡ് ആയി പോകുന്ന ഓർഡർ ബ്ലോക്കുകൾ എന്തായിട്ട് ആക്ട് ചെയ്യാം? ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫ്ലിപ്പ് സോൺ. നോക്കിയേ, ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്തു? ഇറ്റ്സ് ഗോട്ട് ഫെയിൽഡ്. അപ്പോൾ ഇതിനെന്ത് വിളിക്കും? ഇതിനൊരു ഓർഡർ ബ്ലോക്ക് ഫെയിൽഡ് അല്ലേ? ഇനി ഇതെന്തായിട്ട് ആക്ട് ചെയ്യാം? നമുക്കറിയാം, നമുക്ക് ഐഡിയ കിട്ടി. ഇതെന്തായിട്ട് ആക്ട് ചെയ്യാം? ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫ്ലിപ്പ് സോൺ. നോക്കിയേ, ഫ്ലിപ്പ് സോൺ. ക്ലിയർ? കണ്ടോ? ദെൻ യെസ്, ഇത് ബാക്ക് ടെസ്റ്റിൽ എനിക്ക് നല്ല സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റും. ഞാനിത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനിത് കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. ഞാൻ പറയുന്നു, നമ്മളൊരു സാധനം ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡിൽ മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റും. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈവ് മാർക്കറ്റിൽ ഇരിക്കണേ ലെഫ്റ്റ് സൈഡിൽ ഡാറ്റ നമ്മുടെ അടുത്ത് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ദെൻ നോക്കുക. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നീറ്റായിട്ടും വരച്ച് പഠിക്കുക. ഡാറ്റാസ് ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് വരച്ച് പഠിക്കുക. ഇനി ഇതൊരു ഫ്ലിപ്പ് സോൺ ആണോ? നെവർ. ഇതൊരു ഫ്ലിപ്പ് സോൺ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം പറഞ്ഞാൽ ഇറ്റ്സ് എ ലോജിക്. എന്താണ്? ഓർഡർ ബ്ലോക്ക് നീഡ് ടു ബ്രേക്ക്. എന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്ക് അവിടെ ഓർഡർ ബ്ലോക്ക് നീഡ് ടു മീൻസ് ഇത് ബ്രേക്ക് ആവണം അല്ലേ? ഈ പ്രൈസ് താഴോട്ട് എന്ന് വെച്ചാൽ ഒരു ബോഡി വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊരു ഫ്ലിപ്പ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ദെൻ എൻ്റെ ചോദ്യം, ഇതെന്താണ്? ഇറ്റ്സ് എ ഫ്ലിപ്പ് സോൺ. റീസൺ എന്താ? ഇറ്റ്സ് ഗോട്ട് ഫെയിൽഡ്. അത് ഫെയിൽഡായി. ദെൻ എന്ത് സംഭവിച്ചു? ഒരു പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ്സ് എ ഫ്ലിപ്പ് സോൺ. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സിമ്പിളായിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഇരുന്ന് കാണുക. ഡൗട്ട്സ് ഉണ്ടാവും, കുഴപ്പമില്ല, നിങ്ങൾ നോക്കുക. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ കമൻസ് ഇടുക, ഞാനതിന് റിപ്ലൈ ഇടാം. ദെൻ അപ്പം ഫ്ലിപ്പ് സോണുകൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുക. ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണ്, റെഡി ആകുമ്പോൾ മാത്രം ഞാൻ അടുത്ത ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ ലോവർ ടൈം ഫ്രെയിമിൽ എങ്ങനെ ഇതിൻ്റെ എൻട്രീസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഡാറ്റ ഞാനിവിടെ ഇടും. ഓക്കെ, നോക്കിയേ, ഫെയിൽഡായി പോയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇത്രയും വലിയ ക്യാൻഡിലാണ്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ വരച്ച് വെക്കേണ്ട. അതിനെ 50% ഡിവൈഡ് ചെയ്യുക. 50 ചെയ്യുമ്പോൾ എത്ര വരും? എത്രയും വരും. ക്ലിയർ? അപ്പം തിരിച്ച് പ്രൈസ് അതിനെ ബ്രേക്ക് ചെയ്താൽ തിരിച്ച് വന്ന് ടാപ്പ് ചെയ്ത് കയറിപ്പോകുന്നു. ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് സോൺസ്. ഏത് മാർക്കറ്റും ഏത് പേഴ്സും നിങ്ങളെടുത്തോ, ക്രിപ്റ്റോ, ഇന്ത്യൻ മാർക്കറ്റ് ഏത് പേഴ്സും എടുത്തോ, ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. ഞാൻ ഫോറക്സ് വെച്ചേ പഠിപ്പിക്കാറുള്ളൂ, ഫോറക്സിലെ ട്രേഡിങ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഫോറക്സ് വെച്ച് കാണിച്ചു തരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. അപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഡാറ്റ ക്ലിയർ ആക്കുക. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ ഇതെന്താക്കുക? തറവാക്കി എടുത്ത് വെക്കുക. ഓക്കെ, ദെൻ ബൈ.